നെയ്യാറ്റിൻകരയിൽ നിന്നും ഒരു നെയ്യാറ്റിൻകര സ്വദേശിയാണ് നമുക്കിപ്പോൾ ചേരുന്നത്. താങ്കളുടെ പേരെങ്ങനെയാണ്? എന്റെ പേര് സുനിൽ റോയ്. സെന്റ് ജോയ്. സുനിൽ റോയ്. യെസ് സുനിൽ, എങ്ങനെയാണ് നമുക്ക് വയനാട്ടുകാരെ സഹായിക്കാനാവുക? താങ്കൾക്ക് എന്താണ് ഇതിൽ നിർവഹിക്കാൻ കഴിയുക? സാറേ, എനിക്ക് ഒരു 26 സെന്റ് സ്ഥലമുണ്ട് ഇവിടെ ഈ കാട്ടാക്കട നെയ്യാറ്റിൻകര ഹൈവേ റോഡ് സൈഡിൽ തന്നെ. എനിക്ക് 26 സെന്റ് സ്ഥലമുണ്ട്. ഞങ്ങക്ക് ഒരു വീടും ഉണ്ട്. പക്ഷെ ഞങ്ങക്ക് മക്കളൊന്നുമില്ല. അങ്ങനെ വളരെയധികം പ്രയാസത്തിലിരിക്കുമ്പോഴാണ് ഇങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങൾ, ആ രംഗങ്ങളെല്ലാം ഞാൻ കണ്ടായിരുന്നു. അവിടെ മുരൾപൊട്ട കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ എടുത്തോണ്ട് ഓടുന്നത്, ആ കരയിക്കുന്ന കാഴ്ചയാണിട്ട് ഞാൻ തീരുമാനിച്ചു, ദൈവമേ എനിക്ക് 10 സെന്റ് സ്ഥലം, ഒരു വീട് മാത്രം. അതിന്റെ ബാക്കിലോട്ട് നിങ്ങൾ ബിൽഡിങ് വെക്കണം. ബിൽഡിങ് വെച്ച് തരാൻ എൻ്റെ കയ്യിൽ കാശില്ല. പക്ഷെ വസ്തു ഞാൻ തരും. വസ്തു എൻ്റെ 15 സെന്റ് സ്ഥലം ഞാൻ തരും. അപ്പോൾ അവിടെ ബിൽഡിങ് വെച്ച് ആളുകളെ പുനരധിവസിപ്പിക്കുന്ന ഡ്യൂട്ടി നിങ്ങൾ ഗവൺമെന്റ് ആരെങ്കിലും നല്ല ഉദാരമനസ്കരായ വ്യക്തികളെ ഏറ്റെടുക്കണം. അങ്ങനെ തരാൻ ഞാൻ തയ്യാറാണ്. അതാണ് എൻ്റെ ഐഡിയ. വലിയൊരു ഓഫറാണ് താങ്കൾക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്നത്. കാരണം റോഡിന്റെ സൈഡിൽ 16 പരം സെന്റ് സ്ഥലം വിട്ടുകൊടുക്കാം. വയനാട്ടുകാർ വരൂ, നിങ്ങൾ തിരുവനന്തപുരത്തേക്ക്, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാമെന്ന സന്ദേശം കൂടിയാണ് നൽകുന്നത്. എന്തായാലും സുനിൽ, വലിയ മനസ്സാണ് താങ്കളുടേത്. അഭിനന്ദനങ്ങൾ. അതെ, സുനിൽ എന്തായാലും ടി വിയിലൂടെയും മറ്റും ഈ ദൃശ്യങ്ങൾ കണ്ടതോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സഹായം നൽകണം എന്നുള്ള ഒരു കാര്യം, അല്ലേ സുനിൽ? ആ ദൃശ്യങ്ങൾ താങ്കളെ ഏറെ കരയിപ്പിച്ചു, അല്ലേ? കരയിച്ചു സാറേ. ഒരു ലേഡി, ഒരു ചേച്ചി, ഒരു പട്ടിക്കുട്ടിയെ കാണാനില്ലാതെ അതിനെ അവസാനം കണ്ടുകെട്ടിയത്, അതൊക്കെ. അത് മാത്രമല്ല, ഒരു വീട്ടിന്റെ അടിയിൽ അവരുടെ മൊത്തം നിലം പതിച്ച വീട്ടിന് കട്ടിലിന്റെ അടിയിൽ ശവശരീ കിടക്കുന്ന ഞാൻ ഒത്തിരി കരഞ്ഞു. എനിക്ക് അത്രയും സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇവിടെ ഒരു കൊച്ചു പിള്ളേരെയൊക്കെ താമസിപ്പിച്ച ഞങ്ങൾക്ക് ഒരു കൃഷിയൊക്കെ നടത്താനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. മോണ്ടിസറി കൃഷി ഇവിടെ തൊട്ടടുത്ത് LP സ്കൂളൊക്കെ ഉണ്ട്. LP സ്കൂളുണ്ട്, അംഗൻവാടി ഉണ്ട്, പിന്നെ അല്ലാതെ എല്ലാ ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. പിന്നെ അവരെ പഠിപ്പിക്കാനും മാക്സിമം ഒക്കെ ഉള്ള വേണ്ട എന്നെ കൊണ്ട് കഴിയാവുന്ന എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്യാം. ഒരു പാസ്റ്ററും കൂടെയാണ്, പാസ്റ്ററാണ്. എന്തായാലും താങ്കളുടെ നല്ല മനസ്സിന് നന്ദി. താങ്കളെ പോലെയുള്ളവരാണ് ഈ സമൂഹത്തിന് കരുത്തു പകരുന്നത്. എന്തായാലും ഒരിക്കൽ കൂടി താങ്കൾക്ക് നന്ദി പറയുന്നു. സുനിൽ റോയ്, അല്ലേ? സുനിൽ റോയ്, ഉരുട്ടമ്പലം, ആ നെയ്യാറ്റിൻകരയ്ക്ക് സമീപമുള്ള ഒരു ചെറിയ ഗ്രാമമാണ്. അവിടെ നിന്നാണ് അദ്ദേഹം വിളിച്ചത്. പക്ഷേ റോഡ് സൈഡിൽ തന്നെയുള്ള വസ്തു അദ്ദേഹം നൽകാം, അല്ലേ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സുനിൽ റോയ്, താങ്കളുടെ ഈ ഒരു ആഗ്രഹമുണ്ടല്ലോ, അത് ഞങ്ങൾ അധികാരികളെ അറിയിക്കാം. ഇങ്ങനെ ഒരു വലിയ മനസ്സിനുടമയായ താങ്കളുടെ ഈ ഭൂമി ഈ നിരാലംബരായ ആളുകൾക്ക്, ഭൂമി നഷ്ടപ്പെട്ട ആളുകൾക്ക് ഏത് രീതിയിൽ നൽകാം എന്നതിനെ പറ്റി, അതിനുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ട്, അക്കാര്യങ്ങളെല്ലാം അധികാരികളെ അറിയിക്കാം. അതുവഴി താങ്കളുടെ ഈ ഒരു ആഗ്രഹം സഫലീകരിക്കാം. അതെ, അബിന എറണാകുളത്ത് നിന്ന് അബിന കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അബിന, എങ്ങനെയാണ് നമ്മൾ വയനാട്ടുകാരെ സഹായിക്കുക? എങ്ങനെയാണ് താങ്കളുടെ ഒരു കാഴ്ചപ്പാട്? ഹലോ സാർ, എന്റെ മക്കളാണ് ഇത് എന്റെ അടുത്ത് ആദ്യമായിട്ട് പറയുന്നത്. ഉരുൾപൊട്ടിയുടെ 3ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു. അവരെന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങള് സ്വരൂപിക്കുന്ന ഒരു പൈസ, അത് എന്താ കാര്യം എന്തിനാന്നുള്ളതൊന്നുമില്ല. അപ്പോ അവരുടെ ഒരു ഗിഫ്റ്റ് ഫോർ പാരഡൈസ് എന്നും പറഞ്ഞുകൊണ്ട് അവര് സ്വരൂപിക്കുന്ന പൈസയാണ്. 2 പേർക്കും 2 കുടുക്കയുണ്ട്. അപ്പൊ അവരെന്നോട് പറഞ്ഞു, ഈ പൈസ ഗവൺമെന്റിലോട്ട് നമുക്ക് കൊടുക്കാം, പാവപ്പെട്ടവർക്ക് കൊടുക്കാം, അവരുടെ പോയതല്ലേ, അവിടുത്തെ പിള്ളേർ ഞങ്ങളെ പോലെയല്ലേ എന്നും പറഞ്ഞുകൊണ്ടാണ് അവരുടെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ആദ്യമേ കേട്ടപ്പോഴത്തേക്ക് എനിക്കും ഭയങ്കരമായിട്ട് മനസ്സിന് ഒരു ഭയങ്കര വിഷമം തോന്നി. കാരണം അവർക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഒരു ചിന്ത വരുന്നത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് കാണുന്നതാണല്ലോ അവരും പഠിക്കുന്നത്. അപ്പോ എല്ലാവരും കൊടുക്കും, എല്ലാവരും അവരെ രക്ഷിക്കാൻ വേണ്ടി കൊടുക്കും, ഞങ്ങളും കൊടുക്കണം എന്നുള്ള ഒരു ബാധ്യത അവരിൽ ഉടലെടുത്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതേപോലെ തന്നെ അത് അവർക്ക് അവകാശപ്പെട്ടതായിരിക്കാം, നമ്മൾ സ്വരൂപിക്കുന്ന പൈസ അത് അവർക്കും കൂടി അവകാശപ്പെട്ടതായിരിക്കാം എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങളത് കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് തീരുമാനിച്ചേക്കുന്നത്. അതുപോലെ തന്നെ കളക്ടറുടെ ഓഫീസിലൊക്കെ വിളിക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ എങ്ങനെയാണ് എത്തിക്കേണ്ടത്, എങ്ങനെയാണെന്ന് ഒരു കറക്റ്റായിട്ട് ഒരു രൂപരേഖ കിട്ടാഞ്ഞത് കാരണം ഇതേപോലെ ചാനലുകളിൽ വരുന്ന ഓരോ വാർത്തകളും ഞങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ വാർത്തകൾ തന്നെ ഞങ്ങള് ഫുൾ ടൈം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുടങ്ങുന്ന TV വെച്ച് കാണുന്നത്, അത് ചിലപ്പോൾ രാത്രി വരെ വാർത്തകൾ തന്നെയായിരിക്കും നമ്മൾ കണ്ടിന്യൂ. അപ്പൊ അതിനകത്തുനിന്ന് നോക്കി കിട്ടുന്ന നമ്പറുകളിലേക്കൊക്കെ വിളിച്ച് ഇപ്പൊ ലാസ്റ്റ് ഞങ്ങൾക്ക് നിങ്ങളുടേതിനകത്താണ് കിട്ടിയത്. അപ്പൊ ഓർക്കുന്നു ഞങ്ങൾ നിങ്ങളുടെയിലൊക്കെ തന്നെ സംഭാവന അത് ചെയ്യാം, അത് അവരുടെ എത്തട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് ഞങ്ങളത് തീരുമാനിച്ചേക്കുന്നത്.
ശരി അഭിനയ, എന്തായാലും ഇതിൽ കുട്ടികളുടെ ആ മനസ്സുണ്ടല്ലോ, ഇപ്പോൾ നമ്മളെക്കാൾ വലുതായിട്ട് കുട്ടികൾ ചിന്തിക്കുകയാണ് ഇക്കാര്യത്തിൽ. കുട്ടികളാണ് ആദ്യം ഇങ്ങനെ സംഭാവനകൾ നൽകണമെന്ന് ഇങ്ങോട്ട് പറയുന്നത്. കുട്ടികളുടെ ആ ചെറിയ കുടുക്ക ഈ വലിയ സംഭാവനകൾക്കിടയിൽ മുങ്ങിപ്പോകില്ല എന്ന കാര്യം എന്തായാലും ഞങ്ങൾ ഉറപ്പു നൽകുകയാണ്. എന്തായാലും അഭിനയും ആ കുടുംബത്തിൻ്റെയും ആ കുട്ടികളുടേക്കും നന്ദി പറയുന്നു. ആ നല്ല മനസ്സിന് ഇത് മാതൃകയാക്കട്ടെ. നിരവധി ആളുകൾ അങ്ങനെ മാതൃകയാക്കിയവരുണ്ട്, അതുകൂടി ഒന്ന് പ്രത്യേകം പരാമർശിക്കുകയാണ് ഞങ്ങൾ. എന്തായാലും വിളിക്കുന്നവർക്കെല്ലാം നന്ദി. നിങ്ങളുടെ പേര് വിവരങ്ങൾ ഞങ്ങൾ സർക്കാരിന് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഓരോ മിനിറ്റിനും ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചെറിയ ചെറിയ സഹായങ്ങൾ മുതൽ, കുടുക്ക പൊട്ടിച്ചുള്ള സഹായങ്ങൾ മുതൽ, ഭൂമി നൽകാം എന്നുള്ള വലിയ വാഗ്ദാനങ്ങൾ വരെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പലർക്കും സഹായം ഏത് രീതിയിൽ എത്തിക്കണം എന്ന കാര്യം അറിയില്ലായിരുന്നു. അതിനുവേണ്ടിയുള്ള ഒരു മാർഗം തേടിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് 18 കേരളത്തിന്റെ ഈ ഉദ്യമം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് ഇപ്പോൾ അഭിനയ പറയുകയും ഉണ്ടായി, ഞാൻ പലയിടത്തും ഇത് അന്വേഷിച്ചു വരികയാണെന്ന്. അങ്ങനെ കൂടുതൽ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഇതുവരെ കിട്ടിയിരിക്കുന്നത് ഒന്ന് പറയുകയാണെങ്കിൽ 15 സെന്റ് സ്ഥലം നൽകാമെന്ന് ഊരുരുട്ടമ്പലം സ്വദേശിയായ സുനിൽ റോയ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അല്ലേ. അദ്ദേഹത്തിന് സ്വന്തമായി വീടും സ്ഥലവുമുണ്ട്. അതിൽ വീടും സ്ഥലവും ഇരിക്കുന്ന ഭാഗം മാത്രമേ അദ്ദേഹത്തിന് ആവശ്യമുള്ളൂ അല്ലേ. ബാക്കി സ്ഥലം അദ്ദേഹം വിട്ടു നൽകാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള എന്ത് സാങ്കേതിക നടപടികളാണ് വേണ്ടത് എന്നും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ക്യാമ്പയിൻ 1 Day for വയനാട്ടിലൂടെയാണ് സുനിൽ റോയ് ഇങ്ങനെയൊരു താല്പര്യം, തന്റെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതെ, അങ്ങനെ എല്ലാവർക്കും കൈത്താങ്ങാവാൻ നിരവധി പേർ മുന്നോട്ട് വരികയാണ്. ഇവിടെ